സ്വാമിജി, മഞ്ചേരിയിൽ ശ്രീ എം അക്ബറുമായി അങ്ങ് നടത്തിയ സംവാദത്തെക്കുറിച്ച് എം അക്ബർ നടത്തിയ ചില പരാമർശങ്ങൾ ഇൻ്റർനെറ്റിൽ കാണാനിടയായി. ഓഹോ, എന്താണ്? അതിലിങ്ങനെ പറയുന്നു: ഈ സ്വാമി കേരളത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത് നടത്തുന്ന പരിപാടികൾ വിഭാഗീയത സൃഷ്ടിക്കാനും കലാപം സൃഷ്ടിക്കാനും കാരണമാകുമെന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന വ്യക്തിയാണ്. മേൽ പരാമർശം ശരിയാണെന്ന് തെളിയിക്കാൻ പ്രസ്തുത സംവാദത്തിൽ അങ്ങ് അതിൽ പങ്കെടുത്ത ഹിന്ദു സഹോദരന്മാരെ ഇളക്കി വിടുന്ന തരത്തിൽ പ്രകോപനപരമായി മനഃപൂർവ്വം സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഈ സംവാദത്തിൻ്റെ കാസറ്റ് വിഭാഗീയത വളർത്താൻ, ഹിന്ദു സഹോദരന്മാരുടെ വികാരത്തെ ഇളക്കിവിടാൻ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു വിടുന്നില്ല എന്നും പറയുന്നു. സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത്? എന്താ അപ്പം അതിനൊക്കെ പറയുക? നമ്മൾ അന്നേ ഉപേക്ഷിച്ചൊരു വിഷയമാണ്. നമ്മളവരുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല. ഇത് വായിക്കുന്ന സമയത്തെല്ലാം വ്യക്തമായി ഓർമ്മ വരുന്നുണ്ട്. മഞ്ചേരി വെച്ച് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സംവാദത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ശ്രീ എം അക്ബറായിരുന്നു സംസാരിച്ചിരുന്നത്, നമ്മളുമായിരുന്നു. അതിന് വളരെ നിർബന്ധപൂർവം മഞ്ചേരി നിന്ന് കുറേ വ്യക്തികൾ ഒത്തൊരുമിച്ച് വന്ന് നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടാണ് പോയത്, അല്ലാതല്ല. കാരണം ഇത്തരം സംവാദങ്ങളെ കൊണ്ടൊരു ഗുണവും നാട്ടിലില്ല, ഉപദ്രവേ ഉള്ളൂ. കുറേ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഒരു ഗുണവും നമ്മൾ കാണുന്നില്ല. കാരണം സംഘാടകരെപ്പോഴും വ്യക്തമായൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നടത്തുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ അത്യന്തമായ നിർബന്ധം വന്നപ്പോഴും ആ നിർബന്ധത്തിനൊരു പൂർവ്വചരിത്രം വിസ്തരിക്കപ്പെട്ടപ്പോഴും ആ ചരിത്രം മറ്റൊന്നല്ല. പെരിന്തൽമണ്ണ വെച്ച് സമാനമായൊരു സംവാദമുണ്ടായെന്നും അതിൽ വളരെ ആ സംവാദത്തിൽ പങ്കെടുത്ത ഹിന്ദു സമൂഹത്തിന് അങ്ങേയറ്റം ശിരസ് കുനിക്കേണ്ടുന്നൊരവസ്ഥ വന്നു ചേർന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ പ്രവർത്തകരെല്ലാം പറഞ്ഞു തന്നപ്പോഴാണ് ശരി വരാമെന്ന് സമ്മതിച്ചത്. ഇങ്ങനെ പോയി. ഒരു മതത്തെയും ഒരല്പം പോലും ദോഷപ്പെടുത്താതെ നമുക്ക് അനുവദിച്ചു തന്ന ആദ്യ കാലാംശത്തിൽ നമ്മൾ സംസാരിച്ചു. ധർമ്മം എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ടില്ല. ധർമ്മം, ആ ധർമ്മത്തിൽ തന്നെയുള്ള ശ്രുതി സ്മൃതി വ്യത്യാസം. സ്മൃതിയെ മുറുകെ പിടിച്ചാൽ നമ്മൾ അധപ്പതിക്കും, ശ്രുതിയെ മുറുകെ പിടിച്ചാൽ ഉയരും. ഈ ശ്രുതി സ്മൃതി സങ്കല്പം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് മോഡറേറ്ററായിരുന്ന ആൾ ഈ സംസാരിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് മുഴുവൻ തന്നെ അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട് അതിന് മറുപടിയും ചോദ്യവുമായി തുടർന്നു. അങ്ങനെ കുറേ മണിക്കൂറുകൾ ആ സംവാദം നീണ്ടു. അതിൽ അവസാനം ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഈ കൂടിയ സമൂഹത്തിലെ മുസ്ലിം സഹോദരന്മാരോട് എന്ത് സന്ദേശമാണ് സ്വാമിക്ക് നൽകാനുള്ളതെന്ന് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മുസ്ലിം സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, ഹിന്ദു സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, ക്രിസ്ത്യൻ സഹോദരന്മാരോട് ഒരു സന്ദേശവും പറയാനില്ല, മനുഷ്യന്മാരോടാണ് പറയാനുള്ളത്. അത് ഇന്നതാണെന്ന് പറഞ്ഞു സംസാരിച്ചു. ഏതായാലും അത് കഴിഞ്ഞു, കാലം മുന്നോട്ട് പോയി. അപ്പോഴാണ് അറിയുന്നത് ഈ CD അവർ പുറത്തിറക്കിയിട്ടില്ല. മറ്റതിന് മുമ്പ് നടന്ന എല്ലാ സംവാദങ്ങളുടെ CDകളും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പല ആചാര്യന്മാരും, അതിൽ സന്യാസിമാരുണ്ട്, ക്രിസ്ത്യൻ പുരോഹിതരുണ്ട്. അവരൊക്കെ തന്നെ സംസാരിക്കുന്നതും വളരെയധികം അവർ ഇകഴ്ത്തപ്പെടുന്നതുമായ CDകളൊക്കെ തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രചരിപ്പിക്കില്ല. കാരണം ഇത് പ്രചരിപ്പിച്ചാൽ കുഴപ്പം വിഭാഗീയത വരും. 2, ചിദാനന്ദപുരി സ്വാമി സംസ്കാരവിരുദ്ധമായ ഭാഷയിലാണ് സംസാരിച്ചത്. അതുപോലെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാവുന്ന രീതിയിലാണ് ചിദാനന്ദപുരി സ്വാമിയുടെ സംഭാഷണം. അങ്ങനെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് കേൾപ്പിച്ചാലല്ലേ കേൾക്കണവർക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും സംസ്കാരവിരുദ്ധമായ ഭാഷ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ സമൂഹത്തിന് വിട്ടുകൊടുക്കണ്ടേ?
ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇനി ചിദാനന്ദപുരസ്വാമി ആ CD പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാമിയുടെ ഭാഗത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോയെന്ന് അറിയോ? നല്ല സംസ്കാരദോഷമായിട്ടുള്ള വാക്കൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി അങ്ങനെയൊക്കെ ആക്കാലോ, എന്നതൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയാണോ അല്ലയോ എന്ന് സമൂഹം വിലയിരുത്തട്ടെ. ഏകപക്ഷീയമായിട്ട് ഈ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ആർക്കും അടിച്ചുകൂടാത്ത, ആർക്കും അടിക്കാം, അതിലൊരർത്ഥവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ആശയം നേരിട്ടൊന്ന് പറയട്ടെ, നിങ്ങളിങ്ങനെ സംസ്കാരരഹിതമായിട്ടല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ ചോദിക്കില്ലേ, സഹോദര, എന്ത് സംസ്കാരരഹിതമായ ഭാഷയാണ് നമ്മൾ പ്രയോഗിച്ചത്, നിങ്ങളൊന്ന് കാണിച്ചു തരൂ. ഇനി സ്പർദ്ധ ഉണ്ടാവും എന്ന് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം ഞങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അങ്ങനെയല്ല എന്നൊരാൾ തുറന്നടിച്ച് പറയുമ്പോൾ സ്പർദ്ധ ഉണ്ടാകുമായിരിക്കാം. അത് നമ്മൾ ഉത്തരവാദിയല്ല. ഏതായാലും അതിനുശേഷം നമ്മളുമായി വളരെ സ്നേഹബന്ധത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം നിലമ്പൂർ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ മുഹമ്മദ് എന്നാണ്. അദ്ദേഹം ഇവരെ നേരിട്ട് വിളിച്ചു, നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞു നടക്കരുത്, സ്വാമിയെ നിങ്ങൾ ഒന്നും കൂടി സംസാരിക്കൂ, ഞങ്ങൾ വേദി ഒരുക്കി തരാം, യുക്തിവാദി സംഘം അതിന് വേദി ഒരുക്കി തരാം. ഞാനില്ല, പിന്നെന്താ പറയുക? നമ്മളോട് ശ്രീ മുഹമ്മദ് ചോദിച്ചു, നമ്മൾ പറഞ്ഞു തയ്യാറാണ്, ഞാൻ തയ്യാറാണ്, എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ വിളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ വരും, അല്ലാണ്ടെന്താ? തുറന്ന സമീപനമായിരിക്കണം. ഇനി ഈ സംഭവം കഴിഞ്ഞ് നമ്മളൊരു ദിവസം ചുരുങ്ങിയത് 2 സ്ഥലത്തെങ്കിലും പ്രഭാഷണം ചെയ്യുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഒരു വർഷത്തിൽ ചുരുങ്ങിയത് ഒരു 365x2 പ്രഭാഷണമെങ്കിലും ഒരു വർഷം ചെയ്യുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി ഇത് കഴിഞ്ഞിട്ട്. നമ്മളെ പ്രഭാഷണത്തിന് 100 കണക്കിന് കേട്ടവർ ഈ കൂട്ടത്തിലുണ്ടാവും. ദിവസവും പ്രഭാഷണത്തിൽ ഇയാളെപ്പറ്റി പറയല നമ്മളെ പണി, വെറുതെ വിചാരിക്കണമെന്നല്ലാണ്ട്. ഇതെന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരു സങ്കല്പം നമ്മളിൽ ദൃഢമായി കഴിഞ്ഞാൽ അതേ കാണൂ, അതേ കേൾക്കൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിദാനന്ദപുരസ്വാമി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ. എന്താ ഇപ്പം ചെയ്യുക അല്ലാന്ന്? അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ മാറ്റാനോ തിരുത്താനോ ഒന്നും സാധ്യമല്ല, അതിനോട് മെനക്കെടുന്നുമില്ല. പക്ഷേ ഗുരുവന്ദനം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഇന്ന് വരെയുള്ള ഒരു ഭാഷണത്തിലും സംസ്കാരവിരുദ്ധമായിട്ടൊരു വാക്ക് പറഞ്ഞെന്നോ ഏതെങ്കിലും മതത്തെ കലഹിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുള്ളൊരു വാക്ക് പറഞ്ഞെന്നോ നമുക്ക് ധാരണയില്ല. അതേ സമയത്ത് പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതെയാവും. അത് കേവലം ഇതുപോലുള്ള മതവിഭാഗങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഇതിനേക്കാൾ ഇഷ്ടപ്പെടായിക ക്ഷേത്രക്കാർക്കുണ്ടാവും. കാരണം ക്ഷേത്രങ്ങളിലെ കരിമരുന്നിനെതിരായിട്ടും ആനെഴുന്നള്ളത്തിനെതിരായിട്ടൊക്കെ നിരന്തരമായിട്ട് പറയുമ്പോൾ ക്ഷേത്രക്കാർക്ക് വലിയ വിരോധമാണ്. അതുപോലെ ഭാഗവത സപ്താഹങ്ങളിലൊക്കെ ഉള്ള തോന്നിവാസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് കൊണ്ട് ചില സപ്താഹക്കാർക്കൊക്കെ വലിയ വിരോധമാണ്, എല്ലാവർക്കും അല്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് അവരോട് വിരോധമില്ല, ഒരു വ്യക്തിയോട് നമുക്ക് വിരോധമില്ല. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്നു. അങ്ങനെയാണ് അതിനൊരു ഒരു ഒരു സമവായം എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് നമ്മളിത് ശാസ്ത്രീയമായി റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ അത്ര മുന്തിയതല്ലെങ്കിലും ഒരിടത്തരം ക്വാളിറ്റിയുള്ള റെക്കോർഡിംഗ് ഉപകരണം അവിടെ വയ്ക്കുന്നുണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ ആശ്രമത്തിലുണ്ടായിരുന്നില്ല. ഉള്ളത് പറഞ്ഞതെന്താ? 2 മറ്റൊരു സംഘടന നടത്തുന്ന പരിപാടിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്യാനൊന്നും പോവില്ല. കാരണം സംഘാടകരാണിത് ചെയ്യേണ്ടത്. എങ്കിലും ഈ കേട്ട കൂട്ടത്തിൽ ഏതോ ഒരു വ്യക്തി, ആരാന്നൊന്നും അറിയില്ല, നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ വളരെ മോശമായ ക്വാളിറ്റിയുള്ളൊരു വാക്ക്മാൻ സെറ്റിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് കാസറ്റുകളാണ്. അപ്പോൾ ആ കാസറ്റ് അയാൾ കൊണ്ടുപോയി അത്ര കാസറ്റ് തീരുന്നവരെ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. ക്വാളിറ്റി വളരെ മോശമാണ്. റെക്കോർഡറിൻ്റെ ടേപ്പ് റെക്കോർഡറിൻ്റെ സ്പീഡിൻ്റെ ഒക്കെ വ്യതിയാനം കൊണ്ടായിരിക്കാം കുറച്ച് സ്ത്രീ ശബ്ദം പോലെയാണ് 2 പേരുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നത്. സ്പീഡിൻ്റെ വേരിയേഷൻ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും പറയുന്ന വാക്കുകളൊക്കെ സ്പഷ്ടമായി മനസ്സിലാവും. അങ്ങനെ CD ഉണ്ട്, നമ്മളെടുത്തുണ്ട്, ആർക്ക് വേണമെങ്കിലും തരാം, വിൽപ്പനയ്ക്കൊന്നുമില്ല. കേട്ടിട്ട് വിലയിരുത്തുക. പക്ഷെ അത് ആധികാരികമായി നമ്മൾ പ്രചരിപ്പിക്കില്ല. കാരണം നമ്മൾ നടത്തിയ സമ്മേളനമായിരുന്നില്ല അത്, അവർ നടത്തിയ സമ്മേളനമാണ്, അവരാണ് ഇറക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രസംഗം കൊണ്ടങ്ങ് സ്പർദ്ധ ഉണ്ടാവുക നാട്ടിൽ. എന്നാപ്പം നാടിൻ്റെ സ്ഥിതി എന്താ? ദിവസം തോറും എന്തൊക്കെയാണ് പറയണതും കേൾക്കണതും. ഇതൊക്കെ വിലയിരുത്താൻ സമൂഹത്തിന് കഴിയില്ലേ?
തീർച്ചയായിട്ടും സമൂഹത്തിന് എന്താ യുക്തിബോധമില്ലേ? ഏതായാലും നമ്മുടെ അനുഭവം പറഞ്ഞുതരാം. ഇതിൽ ന്യൂനോക്തിയോ അതിശയോക്തിയോ ഇല്ല. ഈ സമ്മേളനം നടന്ന് പിറ്റത്തെ മാസം നമ്മൾ നിലമ്പൂർ ക്ലാസ്സിന് പോയ സമയത്ത് മഞ്ചേരി ഭാഗത്ത് നിന്ന് മുസ്ലിം മതവിശ്വാസികളായ കുറേ പേര് വന്നു. അനുഭവമാണ് പറയുന്നത്. അവർ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ പറഞ്ഞു, സന്തോഷമായി സ്വാമി, നിങ്ങളുടെ പരിപാടിക്ക് പങ്കെടുത്തു ഞങ്ങൾ പൂർണ്ണമായി, ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഇത്രയും കാലം ഞങ്ങൾ ഇയാൾ തേജോവധം ചെയ്യായിരുന്നു, അതിനൊക്കെ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞ് കേട്ടപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞു. നമ്മളവരോട് കുറച്ചു നേരം സംസാരിച്ചു, സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല. അപ്പം അതുകൊണ്ട് അഥവാ സംസ്കാര വിരുദ്ധമായിട്ടുള്ള ഭാഷയായിരുന്നെങ്കിൽ, ഇസ്ലാമിനെ ദുഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായ ഇവരതിനെ അനുകൂലിച്ച് പറയില്ലായിരുന്നു. സ്വാമി ഇസ്ലാമിനെ അടക്കി പറഞ്ഞില്ലേ ദോഷം എന്നേ അവർ പറയുള്ളായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ചെയ്തു വെച്ചാൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക, ഇയാൾക്ക് എന്തോ ബുദ്ധിഭ്രമം വന്നിട്ടുണ്ടെന്ന്. സംശയമില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരത് ഇറക്കട്ടെ, ഇറക്കിയിട്ട് ലോകം തീരുമാനിക്കട്ടെ ഏതാണ് സത്യം എന്നുള്ളത്. പക്ഷെ ഇറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തിനാണ് ഇത്രയ്ക്കൊക്കെ പൈസ ചിലവഴിച്ച് ഇങ്ങനെയൊക്കെ സമ്പാദമൊക്കെ സ്വരൂപിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞതേ ശരിയുള്ളൂ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ അല്ലാതെ ഒരു അർത്ഥം സമൂഹത്തിന് ചിന്തിക്കാനെങ്കിലും ഇടയാകുന്ന സമ്പ്രദായത്തിൽ ഒരു സംവാദം വരുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും സ്വാഭാവികമായിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ.